ഇവരൊക്കെ തൂക്കിക്കൊല്ലണം. തൂക്കി എന്നാ വലിച്ചെടുക്കണം. ഇവളൊക്കെ കൊല്ലല്. രണ്ട് കാലിന് കഴിഞ്ഞ ഇന്നലെ ഞങ്ങൾക്ക് ബോഡി കണ്ടു. സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. എൻ്റെ പിള്ളേർ ഉറങ്ങും പോലെ കിടക്കും, ഇങ്ങനെ ഉറങ്ങി കിടക്കും പോലെ. എങ്ങനെ തോന്നി മനസ്സിനൊക്കെ, അല്ലെങ്കിൽ ആരായാലും ഈ ചെയ്ത് ആളെ നമുക്കറിയാം. എങ്കിൽ ആരായാലും ഒരിക്കലും ഹരിയുന്ന പയ്യൻ ആ കൊച്ചിനെ കൊല്ലില്ല, ഉറപ്പാണ്. കള്ള 56 ലക്ഷം രൂപ കടം പറയും. എങ്ങനെയാണ് കടന്നത്? ഒരു വീട് വെച്ചില്ല, അല്ലെങ്കിൽ വേറെ ഒരു ആണവ ജീവിതമല്ല. എങ്ങനെ ഇവർക്ക് കടന്നത് അറിയണം. നാട്ടുകാരെ ഞങ്ങൾക്ക് അറിയണം. കാര്യം ഇവരെങ്ങനെ ഈ കൊച്ചിനെ എന്തിനാണ് കൊന്നത്? 2.5 വയസ്സായ കൊച്ചിനെ അവരെന്താണ് കൊന്നത്? ഈ നമ്മളെ ഈ പ്രദേശത്ത് ആദ്യമായിട്ടുള്ള സംഭവമാണത്. ഇതുപോലെ ഇനി അടുത്തും ഇതുപോലെ ഒരു കൊച്ചിനും ഒരു തള്ളയും കൊല്ലല്ലേ. അതിനു വേണ്ടി കോടതിയിലെ നിയമം എന്തെടുത്താലും ചെയ്തവരാ തൂക്കി കൊല്ലുക, വിടല്ലേ തൂക്കി കൊല്ലുക, അത്രേ പറയുള്ളൂ. പാവല്ലേ, കൊച്ചല്ലേ, 2.5 വയസ്സായ കൊച്ചല്ലേ. അവനൊക്കെ എന്ത് എത്രയോ വർഷം ജീവിക്കാൻ പിള്ളേര് അല്ലേ? നമ്മളെ തൂക്കി കൊല്ലുക, അവളെ തൂക്കി കൊല്ലുക, തെറ്റി ചെയ്തവരാ. ഈ കൊച്ചിനെ കാണാറുള്ളതാണോ നിങ്ങൾ? എന്റെ പിന്നെ തൊട്ട് ഫ്രണ്ടിലാണ് നേഴ്സറി, കുണ്ടുമണി കൊച്ചു. അവളെ ശരീരങ്ങൾ തന്നെ തളർന്നു, ആഹാരം കഴിക്കാനൊന്നും പറ്റില്ല. കാര്യം എപ്പോഴും അവിടെ എന്റെ പിന്നെ തൊട്ട് ഫ്രണ്ടിലാണ് നേഴ്സറി. കണ്ണടയ്ക്കാൻ മൊത്തം കൊച്ചിൻ്റെ മുഖം. സഹിക്കാൻ പറ്റാമെങ്കിലും ലോകത്ത് ഒരാൾക്ക് പോലും ഇതിനേക്കാളും വലിയ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എങ്കിലും സ്വന്തം അടുത്ത് നിന്നപ്പോൾ നമുക്ക് ആ പ്രയാസം മനസ്സിലാക്കിയത്. സ്വന്തം വീടിൻ്റെ അടുത്ത് നിന്ന് പറയാതെ വേറെ ഇഷ്ടം പോലെ നമ്മൾ വാർത്തയിൽ മൊബൈലിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ തൊട്ടടുത്ത് സംഭവിച്ചാൽ നമുക്ക് ഇത്രയും പ്രയാസം ദുഃഖം ഉണ്ടായത്. അതിന് ആ കൊച്ചിനെ നമുക്കിനി കാണാൻ പറ്റുമോ? ജീവിതത്തിൽ പറ്റൂല. പക്ഷെ അവരൊക്കെ നാളെ പറ്റുന്ന അവർ കോടതി വെറുതെ വിടും. അല്ലെങ്കിൽ ഒരു 6 മാസം, അല്ലെങ്കിൽ ഒരു 12 വർഷം അവരൊക്കെ സുഖമായിട്ട് നടത്തിന് അവർ ഇതുപോലെ തന്നെ അവർ പോരാണിച്ച് അവർ ജീവിക്കും. ഇവരൊക്കെ വിടല്ലേ? ഇവളൊക്കെ വിടുന്നില്ല. ഇവളൊക്കെ തൂക്കി കൊല്ലണം. ഇവളൊക്കെ എവളോ അവനായാലും, അവൻ തെറ്റ് ചെയ്ത് യാവനായാലും, ഈ കൊച്ചിനെ കൊന്ന യാതാ ആളായാലും ഇവരൊക്കെ തൂക്കിക്കൊല്ലണം. ഈ കൊച്ചിനെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എഴുതിയായിരുന്നു ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഞാൻ അന്ന് രാത്രിയാണ് 12 പണിക്ക് പോയിട്ട് വന്ന സമയത്താണ്, പിറ്റേന്ന് രാവിലെ വന്നപ്പോഴാണ് ഇവിടെ അറിയുന്നത്. പക്ഷെ ആ കൊച്ചിനെ അങ്ങനെ ഇന്നലെ ഞാൻ ബോഡി കണ്ടു. സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. എൻ്റെ പിള്ളേർ ഉറങ്ങും പോലെ കിടക്കും, ഇങ്ങനെ ഉറങ്ങി കിടക്കും പോലെ. എങ്ങനെ തോന്നി മനസ്സിനൊക്കെ, അല്ലെങ്കിൽ ആരായാലും ഈ ചെയ്ത് ആളെ നമുക്കറിയാം. എങ്കിൽ ആരായാലും ഇങ്ങനെ ചെയ്യാമോ? ചെയ്തുകൂടാ. കാര്യം എന്നിട്ടാ അവൾ ഇനി എത്രയോ വർഷം ജീവിക്കാൻ പിള്ള ഇല്ലേ? ഞങ്ങളിപ്പം നാളെ മരിക്കും. നമ്മൾ ജനിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മരിക്കണം. അപ്പം ആരും മുമ്പിൽ തോക്കാൻ പാടില്ല. കാര്യം എന്നിട്ടാ ഞങ്ങൾ ഒരുത്തനെ ആശ്രയിച്ച് നമ്മൾ തോക്കും. ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് നിന്ന് നമ്മളെ ജോലി ചെയ്ത് നമ്മൾ കുടിക്കുന്നു, തിന്നുന്നു, അങ്ങനെ കഴിക്കുന്നു. ഇതൊക്കെ നമ്മളെ ജീവിതം ഇഷ്ടമാണ്. ഞങ്ങൾ വേറെ ഒരുത്തൻ താങ്ങി പൈസ മാറ്റാണെങ്കിൽ നമ്മൾ മുമ്പിൽ കുഞ്ഞിരിക്കണം. എൻ്റെ പൈസ തടാ, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയല്ല. പക്ഷെ എങ്കിലും ഇത് വലിയ കഷ്ടമായി പോയി. 54 ലക്ഷം രൂപ കടം പറയുമ്പോൾ എന്താണ് ഇതാ? അല്ലെ ഈ ലോകത്തുള്ള ഏതെങ്കിലും പാവപ്പെട്ട കൊച്ചിന് ഒരു 5 സെന്റ് വസ്തു വാങ്ങിച്ചിട്ട് ഒരു വീട് വെച്ച് കൊടുത്തവള് ഇല്ലല്ലോ. ഇവിടെ എന്താണ് വിളിച്ചത്? ആടാൻ ജീവിതം പറഞ്ഞാൽ എൻ്റെ വീട്ടിലാണ് ഈ കൊച്ചൊന്ന് നിന്നിട്ടുള്ളത്. അവിടെ വേറെ ചെറിയൊരു കേസ് കൊണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ മക്കളെ ശ്രീധോടെ നിൽക്കട്ടെ, അമ്മ കുഴപ്പമില്ല നിൽക്കി നിർത്തി. എൻ്റെ പിന്നെ തൊട്ട് വീട്ടിലാണ് നേഴ്സറി. അപ്പോൾ ഇവിടെ അമ്മയുടെ ആയാണ്. ശരി നിൽക്കിട്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ അറിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇവളാണ് മറ്റേ വേറൊരു പയ്യൻ്റെ കൂടെ ഇത് കറങ്ങി അലമരൊക്കെ ഇരുന്നിട്ട് ഇവളെ പുറത്തിറക്കിയെന്ന്. ആ പയ്യനെ മരിച്ചു, ഇതൊന്നും മരിച്ചു. എന്നിട്ട് നമ്മുടെ അടുത്ത് കാണുമ്പോൾ ആ ചേട്ടാ, അല്ലെങ്കിൽ അണ്ണ, മാമ എന്നേ വിളിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അവരുടെ നമുക്ക് പിന്നെ തിരിച്ച് പെരുമാറൊന്നുമില്ല. കാര്യം അവർ അങ്ങനെ വിളിക്കുമ്പോഴേ നമുക്ക് പിന്നെ നമ്മളെ മനസ്സിൻ്റെ അകത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. കാര്യം അവർ നമ്മൾ അങ്ങനെ വിളിക്കും, പിന്നെ അവർ നമ്മൾ തെറ്റായിട്ട് എന്തെങ്കിലും വാക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാര്യം എനിക്ക് 2 സൗകര്യമുണ്ട്. മൂത്ത ചേച്ചി, ഇളയ ചേച്ചി, അവർ 3 പെൺമക്കളുണ്ട്. അപ്പം അവരെ പൈസ ഈ കൊച്ചിനുള്ളൂ. അപ്പം അവരടുത്ത് പെരുമാറുമ്പോൾ നമുക്ക് എടുത്ത് പെരുമാറില്ല. അപ്പം അവരടുത്ത് തെറ്റായി പെരുമാറി നമുക്ക് എടുത്ത് തെറ്റായി പെരുമാറാം. അങ്ങനെയുള്ള ഒരു ഇതായിപ്പോയി. പക്ഷെ എങ്കിലും ഈ കൊച്ചിനെ, അല്ലെങ്കിൽ അവൾ അന്നേരത്ത് കൊണ്ടിട്ടിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്, ആ പിള്ളേർ ഇനി എത്ര പ്രശ്നം ജീവിക്കുള്ളത്? ഭർത്താവുമായിട്ട് പിണങ്ങി ജീവിക്കുമായിരുന്നോ? പിണങ്ങി ഇപ്പം അവരെ അച്ഛൻ മരിച്ചതിന് ശേഷം അവിടെ മറന്നു. പക്ഷെ അങ്ങനെ പാവം. പക്ഷെ വെള്ളടിക്കുന്ന അങ്ങനെ ആള് ആയിരത്തി ഇവിടെ ചീത്ത ഇവിടെ മിണ്ടുന്നതിൻ്റെ മാത്രമേ ഉള്ളൂ. ഞാൻ വല്ലതും ചോദിക്കുമെങ്കിൽ ചേട്ടാ പണിയില്ല, അല്ലെങ്കിൽ വേറെ ഒരു ചീത്ത. പക്ഷെ ഇവരെ മക്കളെ ഈ രാഗിണി ഏറ്റവും വലിയ അവള് അവളെ ഇത് നമ്പർ ഉണ്ടെങ്കിലോ ആൾക്കാർ വീണു ചേട്ടാ അങ്ങനെയല്ലടാ ഇങ്ങനെയാടോ അങ്ങനെ നമ്മള് അവിടുത്തെ സംസാരം എവിടെ
പുള്ളി സംസാരം ഇവിടെ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള അപ്പം എനിക്ക് കുറച്ച് കാലം എനിക്കറിയാം. പക്ഷെ എങ്ങനെ ഇവരെങ്ങനെ അതൊരു നല്ല ശീലമല്ല. കാര്യം ഇതുപോലെ ഇനി വാടക ഇത് നമ്മളെ ഈ എൻ്റെ അറിവിൽ 36-38 വയസ്സായി. എൻ്റെ അറിവിൽ ആദ്യമായിട്ട് ഈ നമ്മളെ ഇവിടെ നടക്കുന്നത് ആദ്യം കൊച്ചിനടുത്ത് ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ മക്കളെ ആരെയും ഉപയോഗിച്ചിട്ടില്ല. അവരെ വിഷയം അവർ ഇറങ്ങി പോകുന്നുണ്ട്, മക്കളെയൊക്കെ അവരൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഇത് ഒരു സംഭവിക്കേട്ടാ. ഈ സഹോദരനും സഹോദരിയും തമ്മിൽ വഴിവിട്ട് എന്തോ ബന്ധങ്ങളുണ്ടെന്നൊക്കെ എന്റെ സംശയം. പൊന്നേട്ടാ ആ ചെറുക്കനാണ് മന്ദബുദ്ധിയ. നിങ്ങൾ ഒരു ഈ ഫോൺ കൊടുത്തിട്ടാ അവിടുത്തെ ഫേസ്ബുക്ക് ഒരു പാസ്പോർട്ട് ഒന്ന് നോക്കാൻ പറയും, അവർ എടുക്കും നോക്കും. കാര്യം എൻ്റെ കൂടെ കുറച്ച് ഇവിടെ ഉണ്ടായിരുന്നു പണിക്ക് വർഷാപ്പിൽ ചെറുക്കില്ല. പക്ഷെ ആ ചെറുക്കനെ ആദ്യം പക്ഷെ ഇനി അവൻ്റെ അകത്ത് മൈൻഡ് ബുദ്ധിയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളെ കാണുമ്പോൾ അവൻ എന്നും നല്ല ഡിസിന് പോയി, വേറെ ഒരു അലുമ്പോ അങ്ങനെ ഒന്നുമില്ല. ഒരു പെണ്ണ പോലും മൂത്തോക്കില്ല. പിന്നെ ഇവൻ്റെ ഈ മനസ്സിനകത്ത് വലിയ ഒരു ദുരിത ഉണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ അവനെ കാണുമ്പോൾ പക്ഷേ ഇതിനിടയ്ക്ക് അവൻ്റെ ചേച്ചി കൊണ്ടിട്ട് പറഞ്ഞ് അണ്ണാ അത് വണ്ടി വഴിയില്ല, പെട്രോൾ ആക്കണം. അപ്പോൾ അവൻ അത് അവിടെ ഉണ്ട് മാറ്റുണ്ടോ അണ്ണാ എനിക്ക് ഒഴിക്കാൻ. അവനിടെ നീ മറ്റേ ബാഗ് തുറന്നിട്ട് ഒഴിച്ചത് കുഴപ്പമില്ല. ഈ അറിഞ്ഞത് ഈ പിള്ള എങ്ങനെയാണ് ചാറ്റ് ചെയ്യണം, അത് പോയിട്ട് എനിക്ക് ഒന്നുകൂടെ അറിയണം. ഇവർക്ക് 52 ലക്ഷം രൂപ ആര് കൊടുത്തു, ഇവിടത്തെ ആരും കൊടുത്തോ, ആരൊക്കെ മേടിച്ചു എനിക്കാണ് കാര്യം. കേട്ടാ ഇവിടുത്തെ ഈ രാവിലെ ആകുമ്പം മാന്യന്മാർ, രാത്രി കള്ളന്മാരെ നമുക്ക് അത് പിടിച്ചേ പറ്റില്ല. അത് എന്തെങ്കിലും നിങ്ങളിപ്പോൾ ഇവിടെ എടുത്തല്ലോ എന്ത് തെറ്റുണ്ടെങ്കിലും അത് നമുക്ക് പിടിച്ചേ പറ്റുള്ളൂ. കാര്യം ഇവിടുത്തെ മാന്യന്മാരെ നമുക്ക് പിടി. കാര്യം അടുത്തൊരു വീട്ടിലടുത്തൊരു ഒരു പെണ്ണുകൾ സംഭവിക്കില്ല, ആ കുറച്ച് സംഭവിക്കില്ല. അതുകൊണ്ട് ഈ പൈസ കൊടുത്തോമാർ കാര്യം നമ്മളൊരു ചായ വെച്ചാൽ 10 തടാ എൻ്റെ ഇല്ല മറ്റെങ്ങനെ എന്നാ പോരാ 500 കൊടുക്കവേ. പെണ്ണുങ്ങൾ ചിരിച്ചു കാണിച്ച പെണ്ണുങ്ങളാരാണ് ആണുങ്ങളാരാണ്? പെണ്ണ് കാണും ഒന്നാണ്, ഒരേ രക്തമാണ് തന്നല്ല. ഇല്ല രക്തത്തിന് മാറ്റമുണ്ടോ? ഇല്ല, ഒരു മനുഷ്യരാണ്. അപ്പം നിങ്ങൾ കണ്ട് മിണ്ടുന്നു, സ്നേഹിക്കുന്നു. എന്തുകൊണ്ട് ഇപ്പം നിങ്ങൾ ഇപ്പം നാളെ മറ്റേ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പം 2 ദിവസം വരും കാണാൻ പറ്റില്ല. പക്ഷെ എങ്കിലും എന്നെ മനസ്സിൽ കാണാം, ആ ചേട്ടൻ വരെ വന്നിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ആനിയും വരെ വന്നിട്ടില്ലല്ലോ. ഇതല്ല ഇത്. അപ്പോൾ ഇവരൊക്കെ ഇത്രയും ഇതായി പോയാ. ഒരു സ്വാമിയുടെ പേര് പറയുന്നുണ്ട് ഇപ്പം. സ്വാമിയുടെ പേരൊന്നും ചേട്ടാ അവർ ഭയങ്കര ആൾക്കാരാണ്, നമ്മളതൊന്നും പറയില്ല. പക്ഷെ നമ്മളത് മിണ്ടില്ല. അവർ ജാതി നമ്മൾ ജാതി പറയണം, അവർ നായരും നമ്മൾ നായരും അങ്ങനെ ചെറിയ ഇതാണ്. അപ്പോൾ അവരൊന്നും പറയാൻ നമ്മൾ ചോദിക്കാൻ പോയി. കാര്യം സ്വന്തം കാര്യം സ്വന്തമാവാം, ഇവരെ കാര്യം നോക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ അതുകൊണ്ട് എന്ന് വെച്ചാൽ ഒരു പൈസ ആർക്ക് കൊടുത്തിട്ടുണ്ടോ, ഇവർക്ക് പൈസ ആർക്ക് ഇങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്, ആ നമ്പർ മൊത്തം എടുത്ത് ഇതിൻ്റെ അകത്തുള്ള കള്ളന്മാരെ മൊത്തം പിടിക്കണം. കാര്യം ഈ പെണ്ണ് തിരിച്ച് കാണിച്ചപ്പോൾ ഇവിടെ ഉള്ളവന്മാർ 10 രൂപ ചായ കുടിക്കാൻ ചോദിച്ചപ്പോൾ തരാത്ത ഇവരാ. ഈ പെണ്ണിന് ഈ ലക്ഷം കൊടുത്തില്ലേ, അവന്മാർ മൊത്തം ഇവിടെ പൊക്കണം. കാര്യം വേറെ ഒന്നുമില്ല. ഇന്നലെ നാളിൽ ഞാൻ മരിക്കും. മനസ്സിൻ്റെ പുറത്ത് ഈ നിൽക്കുന്ന കള്ളന്മാരെ നമുക്ക് പുറത്തു കൊണ്ടുപോകണം. അല്ലെങ്കിൽ അടുത്ത് ഇതുപോലെ വീട്ടിൽ ഇതുപോലെ ഒരു കൊച്ചു മരിക്കും, ഇതുപോലെ കൊച്ച് അടുത്ത് വീണ്ടും ഇവരെ പണം കൊടുത്ത് അടുത്ത കൊച്ചി വീണ്ടും മരിക്കും. അത് വേണ്ട. ഈ കള്ളന്മാർ ഇപ്പൊ പിടിച്ചെടുത്ത അടുത്തിന് ഇതുപോലത്തെ ഒരു കൊച്ച് മരിക്കൂല, ഉറപ്പാണ്. അല്ലെങ്കിൽ ഇവന്റെയൊക്കെ പൈസയും സുഖത്തിനെ തേടി ഇവർ അടുത്ത കൊച്ചിങ്ങനെടുത്ത് കെല്ലിടും. അതുകൊണ്ട് ചേട്ടാ പ്ലീസ്, ഈ പൈസ കൊടുത്തമാരെ മൊത്തം എല്ലാം എത്ര ആൾക്കാരെ എല്ലാവരെയും അക്കൗണ്ട് നമ്പർ എല്ലാം എടുത്ത് മൊത്തം ഇവിടെ അറിയണം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അടുത്തൊരു വീട്ടിൽ പോയിട്ട് ഇമാതിരി ഇങ്ങനെ പൈസ ഭർത്താവ് 8 മണിക്ക് മറ്റേ കോക്കറ്റ കൊല്ലം പോകും. അവർ വരുമ്പോൾ ഇവർക്ക് എപ്പോഴും ഇപ്പോൾ പെണ്ണുങ്ങൾക്കൊന്നും വേറെന്നുണ്ട്. ഇപ്പോൾ അവർക്കൊന്നും വേറെ ഇത് അസുഖമൊന്നുമില്ല. അവർക്ക് ഗ്യാസ് ഉണ്ട്, അതിനകത്ത് ഓണാക്കുക, വിറവ് കത്തിക്കണ്ട. പണ്ടത്തെ അമ്മമാരാണെങ്കിൽ വിറവ് കത്തിച്ച് നമ്മൾ പണ്ടത്തെ പോലെ കത്തിച്ച് അവർ കണ്ണ് തീ ഊതി അവർ കത്തിച്ച് നമ്മളൊക്കെ എല്ലാം വളർത്തി. ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് ഗ്യാസ് ഇല്ലെങ്കിൽ വീട്ടിൽ കിടക്കില്ല. അവർക്ക് പിന്നെ വണ്ടി വേണം, പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട തുണി വേണം. അത് ന്യായമല്ല. ജീവിക്കുമെന്ന പെണ്ണാണെങ്കിൽ അവൾ ജീവിക്കും. ജോലി ഉണ്ടായിരുന്നോ ഈ പുള്ളിക്കാരിക്ക്? ജോലി ഞാൻ അന്വേഷിച്ചു. അതിനിപ്പോൾ ദേവസ്വം പോലെ എൻ്റെ ഒരു ചേട്ടനുണ്ടായിരുന്നു. അതിനെച്ചാൽ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് അങ്ങനെ ദേവസ്വം പോലെ പണിയൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസം ഒരു കാറിൽ കയറി പോകണമുണ്ട്. ഞാൻ പറഞ്ഞു ചേച്ചി ഇതുപോലെ ഈ കൊച്ചു ഒരു കാറിൽ കയറി പോകണമുണ്ട്. അത് ഇവിടെ രതീഷ അത് അത് കൂടെ ജോലി ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇവിടെ വർക്ക് പിന്നെയാണ് മനസ്സിലായത്. ഇത്രയും കാര്യം നമ്മളെ മനസ്സിലങ്ങനെ ഈ കൊച്ചിനെ വിചാരിച്ചില്ല. കാര്യം അത്രയും നല്ല സ്നേഹമാണ് കൊച്ച് നമ്മളെ കാണുമ്പോൾ. എനിക്ക് ഏറ്റവും നല്ല സ്നേഹം മൂത്ത കൊച്ചിൻ്റെ നടന്നത്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ എടുത്തിട്ട് ഞങ്ങളെ ഞാൻ ഡാൻസ് കളിക്കുമ്പോൾ റീൽസൊക്കെ ചെയ്യും. അപ്പം അതുകൊണ്ട് ആ കൊച്ചിനെ ഭയങ്കര സ്നേഹം എടുത്തു. കണ്ട് അവിടെ കടയിൽ കൊണ്ട് തൊട്ടിങ്ങനെ ഒരടി വരും, വീണ്ടും മാ എന്ന് വിളിച്ചിട്ട് ഡാൻസ് കളിക്കാൻ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ
കൊച്ചിന്റെ കച്ചിന് മാത്രമേ കേൾക്കുന്നത്. ആ മൂത്ത കൊച്ചിന്റെ ആ കൊച്ചു കെട്ടിപ്പിടിച്ച് കൊടുത്തപ്പം ശങ്ക ഉണ്ടാകുന്നത്. നമ്മളിന്നലെ നാളെ മരിക്കും പറഞ്ഞില്ല. ഇപ്പൊ ജനിച്ചിനെ മരിച്ചല്ലേ ഉള്ളൂ, മരിച്ചേ പറ്റുള്ളൂ. ഇത് എന്തിനാണ് എത്ര വർഷം ജീവിക്കുള്ളത്? പക്ഷെ നമുക്കൊരു അസുഖം വന്ന് മരിച്ചെങ്കിൽ നമുക്ക് ഇത്രയും പ്രയാസമല്ല. ആ പിള്ളേക്ക് അസുഖമില്ല, ആ അസുഖം വന്നു ആൾ മരിച്ചു. എന്തിന് പച്ച പച്ച ദേഹത്തിനടുത്ത് ഇവനൊക്കെ എന്താണ് ഇവൻ നമ്മളെ എന്താണ് നേടിയത്? ഞാൻ കേട്ടെ, എന്താണ് നേടിയത് ഇവര്? അവൻ ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാര്യം ആ ചെറുക്കൻ കാര്യം ഒരു മന്ദബുദ്ധിയാണ്. പക്ഷെ അവനെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. പക്ഷെ ഇവരെല്ലാം കൂടെ അവനെ ഉപയോഗിച്ച് അവനെ ഒരു 4-5 വർഷം അകത്തിടുമ്പം അവനെ എങ്ങനെയും കോടതിയിൽ നിന്ന് ജാമ്യം നൽകും. അവള് ഈ മുട്ട അടിച്ചിട്ടുണ്ട്. അവൾ തള്ളയും ഇവിടെ വരണം, ഇവിടെ കൊണ്ടുവരണം. അവൾ കാത്തിരിക്കുക തന്നെ അടിക്കും. അന്യപ്പോ കോടതിയിൽ നമ്മളെ കൊന്നാൽ ശരി അവന് കൊടുക്കും. അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷെ അവൻ ചെയ്യൂല എന്നാണെങ്കിൽ നല്ല ഉറപ്പ്. ആ ചെറുക്കൻ ചെയ്യും. കാര്യം നിങ്ങളൊരു ഫോൺ കൊടുത്താൽ പോലും വാട്സപ്പ് ഇടാ എന്നാ എനിക്ക് അറിഞ്ഞൂടാ, ഒരു ഈ നമ്പർ ഇളക്കം നോക്കി അവൻ അറിഞ്ഞൂടാ സത്യം. പിന്നെ അവൻ എന്ത് ചെയ്യും? ആ പിള്ള എന്തെല്ലാം ചെയ്യും. ആ പിള്ളേനെ അവനാ ഇതിൻ്റെ അകത്തിട്ട് ഇവരെല്ലാം കൂടെ കരുവാക്കിയത്. ഇതിൻ്റെ അകത്തിട്ട് കരുവാക്കിയത്. കാര്യം അവന് മെന്റൽ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോഴേ അവൻ കേസ് ഏറ്റെടുക്കുമ്പോഴേ അവളിപ്പോൾ ഇവിടെ കൊണ്ടുപോയി നിങ്ങൾ ഇതവിടെ അവിടെ സംഭവമാണ്. ഒരു പെണ്ണിനെ ഒരുത്തൻ വിളിച്ചിട്ടുണ്ട്, ഇവിടെ നിന്നെടുത്ത് ചാടി, എന്നിട്ട് അവൻ കൊണ്ടുപോയി, അവൻ കളഞ്ഞു. ക്യാമറ നോക്കി എല്ലാവരും. പക്ഷേ ഇവർ ക്യാമറ വർക്കല്ലേ, ഇവരൊക്കെ പിന്നെ എന്തിനു പറഞ്ഞത് ക്യാമറ ഉണ്ട്. എൻ്റെ പൊന്നിട്ട് എങ്ങനെയെങ്കിലും കൊച്ചിനെ കൊന്ന ആരായാലും ശിക്ഷ ഇവളെ കൊല്ലല്. എവളല്ലേ അവനായാലും രണ്ട് കയ്യിനും കാര്യം ചവിട്ടി ഓടിച്ച് ഇവളൊക്കെ നക്കി തിന്നാൻ പറഞ്ഞില്ലേ, അത് നക്കി ചോറ് ആകാരം നക്കി തിന്നു. ആരും വാലും ഇവളൊക്കെ അപ്പോൾ അനുഭവിക്കും. എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? ഞാൻ അനുഭവിച്ചത് എന്താണ്? ആ പിള്ള ഇന്ന് ജീവിച്ചിരിക്കുന്നു. ഇന്നെങ്കിലും ഒരു ടാറ്റയും കാണിച്ചു നമ്മളെ ഇങ്ങനെ ടാറ്റ. ഇതിനൊക്കെ നല്ല സ്നേഹം ഉണ്ടാ മനുഷ്യന്? ഇല്ല, ഈ ലോകത്ത് ഇല്ല. ഉണ്ടോ ഈ ലോകത്ത്? ആ പിള്ള നമ്മൾക്കിനെ ഇന്ന് നമ്മൾ വയസ്സായ ഒരു സ്ത്രീയെ സ്നേഹിക്കാളും ഒരു കൊച്ചു പിള്ളേരെ നമ്മൾ സ്നേഹിക്കുക. കാര്യം കേട്ടോ, അവരെ മനസ്സിൽ കളങ്കയില്ല. ഉണ്ടോ? ഇല്ല. പ്രായപത ഒരു പെണ്ണാണെങ്കിൽ പറയും ഇതൊക്കെ അവൻ നിന്ന് നോക്കണം, അവൻ നിന്ന് നോക്കണ്ടി എന്ന് പറയും. പക്ഷെ കൊച്ചാണെങ്കിലേ അവരുടെ മനസ്സിൽ കളങ്കയില്ല. അവർക്കൊന്നും അറിഞ്ഞൂടാ. അവര് ടാറ്റാ അങ്കിളേ ഇല്ലേ? ഇതൊക്കെ എൻ്റെ അപ്പോ വലിയ കഷ്ടട്ടാ. എൻ്റെ ജീവിതത്തില് മറക്കാൻ ഒരു സംഭവം. മരിച്ചാൽ പോലും മറക്കില്ല ആ പിള്ളേനെ. അത്രയ്ക്ക് നല്ല സ്നേഹമുള്ള കൊച്ചാ.